ബിനീഷ് കോടിയേരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ് ചേട്ടാ, ഇപ്പോൾ ഇന്ന് ടി കെ ഗോവിന്ദൻ മാഷ് ഇവിടെ വന്നു. തളിപ്പറമ്പിൽ പാർട്ടിക്കെതിരെ ഒരു വിജയം നേടിയതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. എങ്ങനെയാണ് ആ സന്ദർശനത്തെ കാണുന്നത്? വ്യക്തിപരം മാത്രം എന്ന രീതിയിൽ തന്നെയാണ്? വ്യക്തിപരമല്ലാത്ത മറ്റൊന്നുമില്ല അതിൻ്റെ അകത്ത്. മാഷ് ഇലക്ഷന് മുമ്പല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത്, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ വന്നിട്ടുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്നു, കണ്ടു, പോയി. അതൊരു തികച്ചും മറ്റു രാഷ്ട്രീയമൊന്നും മാഷുമായിട്ട് ഞാൻ സംസാരിക്കേണ്ട ഒരു വിഷയവും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ അങ്ങനത്തെ ഒരു സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. മാഷ് വന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദർശനമായിട്ട് തന്നെയാണ് അത് പോയിട്ടുള്ളത്. ഈ തളിപ്പറമ്പിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിന് ശേഷം തന്നെ മാഷ് വർഗ്ഗവഞ്ചകൻ, ഒറ്റുകാരൻ എന്നൊക്കെ CPM നേതാക്കൾ വിളിക്കുന്നുണ്ടായിരുന്നു. ആ നിലപാടിനെതിരെയായിരുന്നു, അത് പാർട്ടിയുടെ നിലപാടായിരുന്നു. അങ്ങനെ ഒരാൾ കോടിയേരിയുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മറ്റൊരു തലം കൂടി ചർച്ചയാകുമല്ലോ. അതിനെങ്ങനെയാണ് ഒരു അല്ല, രാഷ്ട്രീയത്തിൻ്റെ ആശയപരമായിട്ടുള്ള സംഘടനകളും അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും രണ്ടും രണ്ടായിട്ട് കാണണം. ഇപ്പോൾ ഗോവിന്ദ മാഷ് ഉയർത്തിപ്പിടിച്ച ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാടാണ് ഞങ്ങൾക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് വിഷയങ്ങൾ എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ ഞാനത് പറയേണ്ടത് ഇതുപോലെ മീഡിയയുടെ മുമ്പിലല്ലല്ലോ. എനിക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങളുടെ പാർട്ടി മിഷനറിക്കകത്ത് എവിടെയാണോ ഞാൻ പറയേണ്ടത്, ഞാൻ അവിടെയാണ് അതിനെ പറയേണ്ടത്. അത് ഞാൻ അത് ആ സാഹചര്യത്തിൽ ഞാനത് പറയാൻ പാടുള്ളൂ. ഒരു സാഹചര്യത്തിൻ്റെ വൈകാരികത വെച്ചിട്ട് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ആദ്യം ശീലിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ നിന്നൊക്കെ ചിലപ്പോൾ ഒന്ന് വിഭിന്നമായി സഞ്ചരിക്കേണ്ടി വന്നു. ഇപ്പം എനിക്കങ്ങനെ ഒരു സംഭവിച്ചു, ഞാൻ അതിനെ തിരുത്തി. അതാണ് ചെയ്യേണ്ടത്. ഈ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ CPM-നകത്ത് ഇത്തരം പ്രതിസന്ധികൾ വരില്ലായിരുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ പാർട്ടിക്ക് എതിർ സ്ഥാനാർത്ഥിയായി പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തന്നെ വരില്ലായിരുന്നു എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയം മാറ്റിവെച്ച അല്ല, അത് രാഷ്ട്രീയമാണല്ലോ. അത് രാഷ്ട്രീയം മാറ്റി വെക്കേണ്ടുന്ന വിഷയമല്ലല്ലോ. അത് ഓരോരുത്തർക്കും അച്ഛനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അച്ഛൻ്റെ അടുത്ത് അവർ മുൻകാലങ്ങളിൽ ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു കോടിയേരി ഇടപെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇടപെടുമായിരുന്നത് എന്ന് പറയുന്നത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയണം. അതിൽ ഞാനൊരു കമൻറ്റ് പറയേണ്ടതല്ലോ. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഉണ്ടായിരുന്നു, പക്ഷേ പിണറായിയെ പോലുള്ളൊരു മുഖ്യമന്ത്രി ഇനി ഉണ്ടായേക്കാം, പക്ഷേ കോടിയേരി പോലൊരു സെക്രട്ടറി ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിലുള്ളൊരു സംശയമാണ്. അത് താങ്കൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വിഷയങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അത് പറയുന്നുണ്ട്. അല്ല, ആ വാചകം എൻ്റേതല്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച ഒരുപാട് നമ്മുടെ സഖാക്കൾ, അനുഭാവികൾ, രക്തസാക്ഷി കുടുംബങ്ങളൊക്കെ പങ്കുവെച്ചൊരു വാചകം ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ടെർമിനോളജി ഞാൻ യൂസ് ചെയ്തിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ മറ്റു വ്യാഖ്യാനങ്ങളിലേക്കാണ് അത് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ വ്യാഖ്യാനിക്കൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സാഹചര്യങ്ങളുടെ വൈകാരികത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യങ്ങളുടെ വൈകാരികതയോട് കൂടിയിട്ടാണ് മറ്റുള്ളവർ അതിനെ ഏറ്റെടുക്കുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് ഞാനതിനെ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായത്. ഇപ്പോൾ ഇന്ന് പോലും ടി കെ ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യം, CPIM ഈ ജനവിധിയിൽ നിന്ന് പഠിക്കണം, തിരുത്തണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്, ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നേരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴാണ് ഈ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് ഗോവിന്ദ മാഷിൻ്റെ അഭിപ്രായമല്ലേ. ഗോവിന്ദ മാഷിൻ്റെ അഭിപ്രായം ഗോവിന്ദ മാഷിക്ക് പറയാമല്ലോ. അത് പാർട്ടിയുടേതായിട്ടുള്ള മിഷൻ ഉണ്ടല്ലോ. പാർട്ടിയുടേതായിട്ടുള്ള രീതിയിൽ അതിന് കൃത്യമായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് തിരുത്തൽ നടപടികൾ ആണെങ്കിൽ തിരുത്തൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. എന്തായാലും വ്യക്തിപരമായ കൂടിക്കാഴ്ച മാത്രം, ഒരു സന്ദർശനം മാത്രമാണ്, അതിലൊരു രാഷ്ട്രീയവും കാണേണ്ട എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബ ഈ വിഷയത്തിൽ പറയുന്നത്. അല്ല, അത് ഞങ്ങളുമായിട്ട് എന്ത് രാഷ്ട്രീയ മാഷിന് സംസാരിക്കാനുള്ളത്? ഞങ്ങളുമായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾ എന്ത് രാഷ്ട്രീയം സംസാരിക്കാനാണ് ഈ ഗോവിന്ദ മാഷ്? അങ്ങനെയല്ലേ കാണേണ്ടത്? രാഷ്ട്രീയം സംസാരിക്കേണ്ടുന്ന ആയിട്ടുള്ള എന്ത് തലത്തിലാണ് ഞാൻ നിൽക്കുന്നത്? അതൊന്നുമല്ലല്ലോ. അപ്പം ഞാൻ പാർട്ടിയുമായിട്ട് ചേർന്ന് സഞ്ചരിക്കുന്ന കുടുംബമല്ല, ഞങ്ങൾ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളതാണ്. മാഷ് ഇപ്പം രമണിയായാലും മാഷായാലും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇന്നൊന്നും ഗോവിന്ദ മാഷ കുടുംബം മാത്രമല്ല, ഏത് പാർട്ടി നേതാക്കളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. പാർട്ടിയുടെ എതിരായിട്ട് മാഷ് അങ്ങനത്തെ ഒരു നിലപാടെടുക്കേണ്ടി വന്നു. അത് പാർട്ടി തന്നെ അതിനൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പാർട്ടി നിലപാടെന്നുള്ളത്. ഇതൊരു വ്യക്തിപരമായിട്ട് മാത്രം കാണേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതിനെ മാറ്റണം എന്നുള്ളത് മാത്രമേ. ഇനി അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഒക്കെ പുറത്തേക്ക് പോകുന്നു, അവിടെ സുധാകരൻ പോകുന്നു. അപ്പോൾ പാർട്ടിയിൽ എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നുള്ളതിൻ്റെ തിരിച്ചറിവുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഈ പറയുന്ന റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ, നമ്മൾ എവിടെയെങ്കിലും തിരുത്തേണ്ടതുണ്ടോ, നമുക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ടോ എന്ന് ഒരു സ്വയം വിമർശനപരമായിട്ടും സംഘടനാപരമായിട്ടും നമ്മൾ മാറേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്ത വരുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു പരിപാടി തരേണ്ടത് പാർട്ടി നേതൃത്വമാണ്. പാർട്ടി നേതൃത്വം തരും. അതാണല്ലോ നമ്മുടെ പാർട്ടി മിഷണറി എന്ന് പറയുന്നത്. ഏതായാലും ടി കെ ഗോവിന്ദൻ മാഷ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലെത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ, വിനോദിനി ബാലകൃഷ്ണൻ്റെയും ബിനീഷ് കോടിയേരിയുടെയും പ്രതികരണങ്ങളാണ് കേട്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.